പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ഇവിടെ കൗൺസിലിംഗ് ഉണ്ടായിരുന്നു. ഞാനും കുറച്ചുപേരെയൊക്കെ ഇവിടുത്തെ ബഹുമാനപ്പെട്ട അച്ഛന്മാർ പറഞ്ഞ കുറച്ചുപേരെ കണ്ടു. കൗൺസിലിംഗ് നടത്തിയിട്ടില്ല. അതിൽ നിന്നും പല സ്ഥലത്ത് ധ്യാനം നടത്തിയ ചെറിയ അനുഭവമുള്ള എനിക്ക് മനസ്സിലായി, ഇന്ന് മാതാപിതാക്കൾ വിഷമിച്ചിരിക്കുന്നത്, വേദനിച്ചിരിക്കുന്നത് സമ്പത്തില്ലാത്തതിൻ്റെ പേരിലല്ല, നല്ല ജോലിയില്ല, വീടില്ലാത്തത് കൊണ്ടല്ല. ഇന്ന് മാതാപിതാക്കളുടെ ദുഃഖങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ദുഃഖം ആരെ ഓർത്തിട്ടാ? അവരവരുടെ മക്കളെ ഓർത്തിട്ടുള്ള ദുഃഖമാണ്. കേരളത്തിൽ അതെ, വിദേശ രാജ്യത്ത് പോയാൽ അതിനേക്കാൾ കൂടുതൽ അവിടെ. ഇനി ഏതെങ്കിലും ഉൾപ്രദേശത്ത് പോയാൽ ഇവിടെ പ്രശ്നമൊന്നുമില്ല നമ്മൾ വിചാരിച്ചാൽ അവിടെ അതിനേക്കാൾ വലിയ പ്രശ്നം. ഈശോ 2000 വർഷം മുമ്പേ ഈശോ പറഞ്ഞായിരുന്നു ഒരു കാര്യം, കുരിശിന്റെ വഴിയിൽ എഴുതിയിട്ടുണ്ടത്. എന്താ? നിങ്ങൾ ആരും എന്നെ ഓർത്ത് കരയുകയേ വേണ്ടെന്നും, നിങ്ങൾ കരയേണ്ടത് നിങ്ങളെയും നിങ്ങളുടെ മക്കളെ ഓർത്താണെന്ന് കഴിഞ്ഞ വർഷമല്ല പറഞ്ഞ്, 2000 വർഷം മുമ്പേ പറഞ്ഞതാണ്. ഇവിടെ ഇരിക്കുന്ന അനേകം മാതാപിതാക്കളുടെ ഉള്ളില് ഒരു വലിയ വേദന അവരവരുടെ മക്കളെ ഓർത്തുള്ള വേദനയാണ്, നിസ്സാരമല്ല. കാരണം ഒരമ്മ വിളിച്ചു പറഞ്ഞത് ഇങ്ങനെയാണ്: എൻ്റെ മകൻ +1 പഠിക്കുന്നവനാണ്, അവൻ സ്കൂളിൽ പോയിരിക്കുകയാണ്, അവൻ പഠിക്കാനിരിക്കുന്ന മുറി ഞാൻ നോക്കി, അവൻ്റെ ബുക്കുകൾ അടുക്കി വെച്ചിരിക്കുന്ന സെൽഫ് ഞാൻ ശ്രദ്ധിച്ചു, അതൊന്ന് അടുക്കി നന്നായിട്ടൊന്ന് വൃത്തിയാക്കാമെന്ന് വെച്ച് വിചാരിച്ചപ്പോൾ അവിടെ നിന്ന് ഒരു പാക്കറ്റ് താഴേക്ക് വീണു. എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല. ഞാൻ അടുത്ത വീട്ടിൽ അത് കൊണ്ടുചെന്നപ്പോൾ അവിടുത്തെ മകൻ പറഞ്ഞു, മമ്മി, ചേച്ചി, ഇത് കഞ്ചാവാണല്ലോ. ആ അമ്മ ഞെട്ടിപ്പോയി. അത് തൂക്കി നോക്കിയപ്പോൾ 1.5 കിലോ. അമ്മ കൊണ്ടുവന്നിട്ട് വിഷമത്തോടെ അത് മുറ്റത്ത് മുഴുവൻ ഇട്ടു. അമ്മ വിളിച്ചു പറഞ്ഞു, എന്താണ് അച്ഛാ ചെയ്യേണ്ടത്? എൻ്റെ മകൻ ഇവിടെയില്ല, അവൻ പഠിക്കാനിരിക്കുന്ന മുറിയിൽ കഞ്ചാവ് കിട്ടി, അത് ഏകദേശം ഇത്രയുണ്ട്, ഞാൻ എന്തു ചെയ്യണം? അപ്പോൾ ഈ വിഷയം കേൾക്കുമ്പോൾ അവർക്ക് എൻ്റെ മകന് കുഴപ്പമില്ലെന്ന്. മാതാപിതാക്കളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്നാന്ന് പറയട്ടെ, ആര് പറഞ്ഞാലും വിശ്വസിക്കില്ല. എൻ്റെ മകനോ മകളോ എന്ന് വെക്കും, എന്ന് വെക്കും. ഞാനൊരു കാര്യം പറഞ്ഞു തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം. നിങ്ങൾക്ക് പോലും നിങ്ങളുടെ മക്കളെ നന്നായിട്ട് അറിയില്ല. അറിയാം, രണ്ടും തമ്മിൽ ആനകുതിര വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ അറിയാം, പക്ഷെ വെല്ലുവിളിച്ച് ചോദിക്കാം, നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ നന്നായിട്ട് അറിയില്ല. നന്നായിട്ട് അറിയാമെങ്കിൽ നിങ്ങൾ പണ്ടേ ഇതിനേക്കാൾ കൂടുതൽ അളവിൽ പ്രാർത്ഥിക്കുവാനും ദൈവത്തോട് അടുക്കാനും ആരംഭിച്ചേനെ. എപ്പോഴേ മാതാപിതാക്കൾ പ്രാർത്ഥിക്കുന്നത്? 5ാം ക്ലാസ്സിൽ എല്ലാത്തിനും ഫസ്റ്റ് മാർക്ക് കിട്ടുമ്പോൾ അമ്മമാർ ശക്തമായിട്ടൊന്നും പ്രാർത്ഥിക്കില്ല. നാളെ ഒരു സമയത്ത് ആരെങ്കിലും പറയും, അവനെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ എന്ന് പറയുമ്പോഴാണ് തീ പിടിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, മക്കൾ കുഞ്ഞു പ്രായത്തിലെ ആകുമ്പോഴേ അവർക്ക് ദൈവത്തെ കൊടുത്തില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അവർ വഴിതെറ്റിപ്പോകാൻ സാധ്യതയുള്ള ഒത്തയൊരു ലോകത്തിന്റെ ഒത്ത നടുക്കാ ഞാൻ നിങ്ങൾ താമസിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. എന്നോട് ചിലപ്പോൾ ദേഷ്യം തോന്നാം, എന്നോട് ഇഷ്ടക്കേട് തോന്നാം, എന്നെ അത്ര സന്തോഷമായിട്ട് ഹാപ്പിയായിട്ട് ചിലപ്പോൾ ധ്യാനം കഴിഞ്ഞ് പറഞ്ഞു വിട്ടൊന്നും വരത്തില്ല. ഇതൊക്കെ സാധാരണയായിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഒന്നും. പക്ഷെ ഒരു കാര്യം ഉറപ്പ്, ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളായവരും ഇനി മാതാപിതാക്കളാകാനുള്ളവരും കുറച്ചുകൂടെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നിടത്തൊന്നും എത്തത്തില്ല. പല വീട്ടിൽ ചെല്ലുമ്പോഴും പല മാതാപിതാക്കൾക്കും മക്കളെ വരെ പേടിയാ. ഒരു പെൺകൊച്ചിനെ കുറിച്ച് ഒരു കംപ്ലൈന്റ് കേട്ടപ്പം ആ പെൺകൊച്ചിന്റെ അപ്പനോട് മാറ്റി നിർത്തി ചോദിച്ചു, ഒന്ന് പറയുന്നത് നല്ലതായിരിക്കുമെന്ന്. അപ്പൊ 2 സ്റ്റെപ്പ് അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ചെവി പറയുക, എനിക്ക് പേടിയാ പറയാൻ. എന്തേലും ആട്ടെ. മക്കൾ മരിക്കാൻ പ്രാർത്ഥിക്കുന്ന അമ്മമാരുണ്ടോ? ഉണ്ട്. മൈക്കിലൂടെ ഒന്നും ആരും പറയില്ല. ഒരു സഹോദരൻ പറഞ്ഞു, മക്കൾ വേണ്ടായിരുന്നു വെച്ചോ, മക്കളില്ലെങ്കിൽ മക്കളില്ലെന്നുള്ള ഒറ്റ ദുഃഖമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് മക്കളെ കൊണ്ട് മടുത്തു, വേണ്ടായിരുന്നു. ഉദാഹരണം, എനിക്ക് പരിചയമുള്ള ഒരു സ്ഥലം, അവിടെ ഇതുപോലെ +2 പഠിക്കുന്ന ഒരു പയ്യൻ, ഒരു ചെറുക്കൻ, അവൻ നടക്കുന്നതും പോകുന്നതും ഒക്കെ അത്ര ഭംഗിയിലല്ല, അവന്റെ വസ്ത്രധാരം തന്നെ ഭംഗിയിലല്ല. ആ ദേശത്തെ പോലീസ് ഉദ്യോഗസ്ഥർ ഇവനെ ശ്രദ്ധിക്കാൻ തുടങ്ങി, ഇവൻ അറിഞ്ഞിട്ടില്ല. ആ ദേശത്തുള്ള മാന്യരായ കുറച്ച് ആളുകളോട് പറഞ്ഞു, ഈ പയ്യനെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. അവന്റെ സ്ഥലം, താമസിക്കുന്ന സ്ഥലം, അവന്റെ പോക്ക് വരവ്, അവന്റെ ബന്ധങ്ങൾ, ഉപയോഗിക്കുന്ന ഫോണ് എല്ലാം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ നടക്കുമ്പോൾ ഒരു ദിവസം അവൻ +2 പരീക്ഷയായിട്ടിരിക്കുമ്പം
ബസ് ഇറങ്ങിയിട്ട് ഇവന്റെ അപ്പൻ കെട്ടുപടിക്ക് പോയിട്ട് തിരിച്ചിറങ്ങി വരുവാ ബസ്സേന്ന്. അപ്പോൾ അവിടെ ഒരു വെയിറ്റിംഗ് ഷെഡ്, ടൗണൊന്നുമല്ല, വെയിറ്റിംഗ് ഷെഡിൽ ഇവന്റെ ഒരു കൂട്ടുകാരനും കൂടെ മൊബൈലിൽ കളിച്ചിരിക്കുകയാണ്. ബസ് അങ്ങ് പോയപ്പോൾ ഈ അപ്പൻ ചോദിച്ചുടാ നിനക്ക് പരീക്ഷയില്ലേന്ന്. അവൻ ആ ഫോൺ അവിടെ വെച്ചിട്ട് വന്നിട്ട് അപ്പന്റെ ഈ ചങ്കിന്റെ ഭാഗത്തേക്ക് പിടിച്ചിട്ട് ആ റോട്ടിലേക്ക് ഒരു ഒറ്റ തള്ളു. ഈ അപ്പൻ പേടിച്ചിട്ട് അത് തലയും താഴ്ത്തി അപ്പുറത്തെ സൈഡിൽ കൂടെ വീട്ടിലേക്ക് പോയി. പിന്നീട് ഒരു പ്രാവശ്യം ഈ വിവരം അറിഞ്ഞപ്പം ഈ അപ്പൻ യാദൃശ്ചികമായി എൻ്റെ മുന്നിൽ കൂടി ഇങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ മാറ്റി നിർത്തി. എങ്ങനെയുണ്ട് ജോലി, എവിടെയാ വീട്, എവിടെയാ പണി, ശമ്പളം പണി കൂലിയൊക്കെ കിട്ടുന്നുണ്ടോ, വീട്ടിലെ കാര്യമൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നോട് ദേഷ്യപ്പെടരുത്, ഞാൻ ഇങ്ങനത്തെ ഒരു കാര്യം കണ്ടില്ല, പക്ഷെ എനിക്കൊരു സംശയമുണ്ട്, ഇങ്ങനെ പലരും പറയുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞപ്പം നിൽക്കുന്ന സ്ഥലത്തുനിന്ന് കുറച്ചുകൂടെ മാറ്റി എൻ്റെ കയ്യെ പിടിച്ചിട്ട് ഈ അപ്പം പറയുവാണ്, ഞാനും എൻ്റെ ഭാര്യയും പ്രാർത്ഥിക്കുന്നത് അവൻ ചാകാനാന്ന്. നിങ്ങൾ വിശ്വസിക്കില്ല, ഞാൻ ബാലരമേലെ ഒരു കഥ പറയുവല്ല, യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ കണ്ടൊരു ഇൻസിഡന്റ് അല്ല. അപ്പം പറയുവാണ്, ഞാനും എൻ്റെ ഭാര്യയും പ്രാർത്ഥിക്കുന്നത് അവൻ ചത്തുപോകാനാണ്. എന്നിട്ട് അപ്പം പറയുവാണ്, ഞാൻ കൂലിപ്പണി എടുക്കുന്നവനാണ്, ഞാൻ 25 വയസ്സാകുമ്പോൾ ഇവൻ വീട്ടിൽ കിടന്ന് ബഹളം വെക്കും, പെണ്ണ് കെട്ടണമെന്നും പറഞ്ഞു. ഏതെങ്കിലും പാവപ്പെട്ട വീട്ടിൽ നിന്ന് ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ട് വരും. എന്നിട്ട് ആ പെണ്ണിന്റെ കണ്ണുനീരും കൂടെ എൻ്റെ വീട്ടിൽ വീഴ്ത്താനുള്ള പുറപ്പാടാ. അവൻ മരിച്ചു പോണേന്ന് പ്രാർത്ഥിക്കുന്ന ആളാ. അപ്പം ഞാൻ ഞെട്ടിപ്പോയി, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. സ്വന്തം ജന്മം കൊടുത്ത് അപ്പൻ മകൻ മരിക്കണമെന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ ഈ മകന്റെ അവസ്ഥ എവിടം വരെ എത്തിയെന്ന് ജസ്റ്റ് ഇമാജിൻ, ചിന്തിക്കുക. ഇത് കേട്ട് ഞാൻ ഓർക്കും, ഇതെന്തിനാ നമ്മളോട് പറയുന്നത്, നമ്മളോട് തന്നെ ഇത് പറയുന്നത്? ഇതൊരു വീട്ടിലെ സംഭവമാണ്, ഇത് പറയണ്ടായിരുന്നു. ഇത് ഒരുപാട് 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 ഭവനങ്ങളിലെ മാതാപിതാക്കളുടെ ഉള്ളിലെ തീയാണിത്. തീ, ടെൻഷനാണ്. ആൺമക്കളെ കുറിച്ചും പെൺമക്കളെ കുറിച്ചുമുള്ള ദുഃഖം. എത്രയോ പെൺകുട്ടികളാണ്, ഞാൻ വർഗീയത പറയുകയല്ല, ഞാൻ മതം പരത്തുകയൊന്നുമല്ല, പക്ഷെ കുടുംബത്തിന് ചേരാത്ത ബന്ധങ്ങൾ ഒരുപാട് കുടുംബങ്ങളിൽ സംഭവിക്കുന്നു. നല്ല അടയാളമല്ല. ഒരു പള്ളിയിൽ ഞാനല്ല, എൻ്റെ കൂടെയുള്ള ഒരു അച്ഛൻ 100 പെൺകുട്ടികൾക്ക് കൗൺസിലിംഗ് കൊടുത്തപ്പോൾ അതിൽ 26 കുട്ടികളും ശരിയായ ബന്ധമല്ല, തെറ്റായ ബന്ധത്തിലും അതിൽ 7 കുട്ടികൾ ശാരീരിക ബന്ധത്തിൽ വരെ ഏർപ്പെട്ടവരാണ്. 1008 വീട്ടുകാരുള്ള പള്ളിയാണ്, ഫൊറോന പള്ളിയാണ്. അതിൽ 100 കുട്ടികൾക്ക് മാത്രം കൗൺസിലിംഗ് കൊടുത്തപ്പോൾ തെളിഞ്ഞതാണ്. ഇത് പറയുന്നത് ജനറലൈസ് ചെയ്ത് പറഞ്ഞതല്ല. ശരിയായിട്ട് എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടെങ്കിൽ അല്പം കൂടെ ശക്തിയോടെ പ്രാർത്ഥിക്കേണ്ട കാലഘട്ടത്തിൽ ആ ജീവിക്കുന്നതെന്ന് പറയാൻ മാത്രം പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെയാണെങ്കിലും നിങ്ങളുടെ മക്കളെ കുറിച്ച് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾക്കത് മാറ്റിയെടുക്കാൻ പറ്റും. പറ്റൂ ഇല്ലയോ? പറ്റുമെന്ന് 100% ഉറപ്പ്. എത്ര പിടുത്തം കിട്ടാത്ത കേസും ഒരു തരത്തിലും അഡ്ജസ്റ്റ് ചെയ്യാത്ത പ്രശ്നങ്ങളും പ്രാർത്ഥനയിൽ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അതാണ് ദൈവത്തോടുള്ള നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തി. കേട്ടോ, ഇവിടെ ഇരിക്കുന്ന ഓരോ അമ്മമാരും അപ്പച്ചമാരും ശ്രദ്ധിക്കേണ്ട വചനങ്ങളാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്ന അറിയോ? ഒരമ്മയും അമ്മയുടെ മകളുടെ പ്രാർത്ഥനാ വിഷയമാണ്. ഈ അമ്മയുടെ പേരാണ് കാനാൻകാരി. ഈ സ്ത്രീക്ക് ഒരു പെൺകൊച്ചുണ്ട്, പെൺകൊച്ചുണ്ട്. അമ്മ ഒരു ദിവസം ഈശോയുടെ അടുത്ത് ചെന്നു. ആർക്കു വേണ്ടി? ആ മകൾക്ക് വേണ്ടി. എവിടെ ചെന്നു? ഈശോയുടെ അടുത്ത്. ശ്രദ്ധിച്ചേ, ഇവിടെ ഇരിക്കുന്ന ഓരോ അമ്മമാരും നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നിൽക്കുന്നവരായിരിക്കണം. അല്ല ജോലി, പണം, ഉത്തരവാദിത്വം, അത് ഇത് ഓടുന്നവര് മാത്രം ആകരുത്. നേരത്തെ ഹൃദയത്തിനകത്ത് എഴുതിയിടണം, നിങ്ങൾ വേണം, അമ്മമാര് വേണം, മക്കൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നിൽക്കുന്നവരായിരിക്കണം. അത്രയും ശക്തിയുള്ളവരാണ് ഒരമ്മയുടെ പ്രാർത്ഥനയ്ക്ക് ദൈവസന്നിധിയിൽ. ദൈവം ഒരിക്കലും ഒരു അമ്മയുടെ പ്രാർത്ഥന ഉപേക്ഷിക്കത്തില്ല. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന അമ്മമാരാണെങ്കിൽ നിങ്ങൾക്ക് സന്തോഷിക്കാം. പ്രാർത്ഥന കുറവുള്ള അമ്മമാരാണെങ്കിൽ ഉണർന്നെഴുന്നേൽക്കണം ആത്മാവിൽ. കാരണം ബൈബിളിൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു അമ്മ, ഇനി എന്നെ ഞാൻ സ്വാധീനിച്ചു, ഞാൻ ചിന്തിക്കുന്നു, ഈ അമ്മ മകളെയും കൂടെ കൂട്ടിക്കൊണ്ടല്ല ഈശോയുടെ അടുത്ത് പോയേ. ഇനി പറയുന്നത് എൻ്റെ ജസ്റ്റ് ഒരു ഇമാജിനേഷനാണ്. എന്തുകൊണ്ടായിരിക്കും ഈ മകളെ കൊണ്ടുവരാഞ്ഞത്? മിക്കവാറും മകളെ വിളിച്ചിട്ടുണ്ടാവും, ആ മോളെ ഒന്ന് പോകാം. മകള് പറഞ്ഞിട്ടുണ്ടാവും വേണേ പോയാൽ മതി. ഇത് എന്തായാലും ചില മാതാപിതാക്കൾ ഇവിടെ ഇരിക്കുമ്പോൾ മക്കളെ വിളിച്ചിട്ടുണ്ട് വരാൻ.
പക്ഷെ അവർ പറഞ്ഞ അമ്മ പോയാൽ മതി, ഞങ്ങൾ ഇവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ആ വിഷമത്തോടെ ഇരിക്കുന്ന 10 പേരേലും ഇതിനകത്ത് കാണും. മക്കളെ ആവുന്നത്ര വിളിച്ചതാ, വാ 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 എന്ന്. അങ്ങ് പൊക്കോ വരാന്ന് പറഞ്ഞവരുണ്ടാവും. ഒരമ്മ പറഞ്ഞു സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ മകനെ പ്രാർത്ഥനയ്ക്ക് വിളിച്ചാൽ അവൻ മുറിയിൽ ഉറക്കെ വിളിച്ചു പറയുന്നു, അമ്മ അങ്ങ് തുടങ്ങിക്കോ, 5ാമത്തെ രഹസ്യമാകുമ്പോൾ ഞാനങ്ങ് വരും. 4ാമത്തെ രഹസ്യം ചൊല്ലിക്കഴിഞ്ഞ് അമ്മ ഇവിടെ നിന്ന് വിളിക്കുക, അമ്മാനെ 4 രഹസ്യം കഴിഞ്ഞു, 5ാമത്തെ ആയി, എന്നാ അതും കൂടെ അങ്ങ് ചൊല്ലിക്കോ, ഞാൻ ലുത്തിനിയാകുമ്പോൾ അങ്ങ് വരും. ഇവൻ വരികയില്ല, ഈ വിളി മാത്രമേ ഉള്ളൂ, വരും. ഇവിടെ നോക്കിക്കേ, ഈ അമ്മ വിളിച്ചിട്ടുണ്ടാവും, പക്ഷെ മകള് വന്നിട്ടില്ലായിരിക്കാം. അമ്മ ഒറ്റയ്ക്കാ പോകുന്നേ. ഈശോയുടെ അടുത്ത് ചെന്ന് അമ്മ പറഞ്ഞെന്നാന്ന് കേട്ടെ. അമ്മ പറഞ്ഞു, എൻ്റെ മകളുണ്ട്, എനിക്കൊരു മകളുണ്ട്, അവൾ പിശാചുബാധയിൽ പിടിപെട്ട് കിടക്കുവാണ്, ഞങ്ങൾക്കാകെ വിഷമമാണ്, സങ്കടമാണ് മക്കളെ ഓർത്തിട്ട്, മകളെ ഓർത്തിട്ട്. ഈശോ എന്നാ പറഞ്ഞ ഉത്തരം? മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് കൊടുക്കും, ശരിയല്ലെന്ന് പറഞ്ഞു. ഇതേ സ്ഥാനത്ത് നമ്മൾ ആരേലും ആണെ വേറെ 2 ഡയലോഗ് പറഞ്ഞേനെ. ഇന്നാ പറയുന്നെങ്കിൽ പറയാനും ഈശോയോട് പറഞ്ഞേനേം, നന്നായിട്ട് ഡീൽ ചെയ്യാൻ പഠിക്കണം കേട്ടോന്ന്. ഞാൻ കഷ്ടപ്പെട്ട് ഇവിടെ വന്നത് ഈ ഡയലോഗ് കേൾക്കാനാണെന്ന് ചിലപ്പോൾ ചോദിച്ചേനെ. ആ സ്ത്രീ എന്തേലും പറഞ്ഞോ ഇല്ലയോ? ആ സ്ത്രീ പറയുവാണ്, യജമാനനെ, ഗുരു, യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ അങ്ങ് പറഞ്ഞ് ഈ നായ്ക്കളും തിന്നാറുണ്ടല്ലോ. നേരെ ഒരു വാക്ക് തിരിച്ച്. ഇനി അടുത്ത വാക്ക് എന്നാണെന്നറിയാമോ? എന്നെ ഇഷ്ടപ്പെടുത്തിയ വാക്ക്, ഈശോ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന അമ്മയോട് പറയുവാണ്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്. അപ്പോൾ എത്ര തരത്തിലുള്ള വ്യത്യാസമുണ്ട്? 2 വിശ്വാസമുണ്ട്. വലിയ വിശ്വാസവുമുണ്ട്, ചെറിയ വിശ്വാസവുമുണ്ട്. എത്ര പേർക്ക് വലിയ വിശ്വാസമുണ്ട്? ഈ അമ്മയോട് നിനക്ക് വിശ്വാസം ഉണ്ടെന്നല്ല പറഞ്ഞേ, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോ അമ്മമാർക്കും അപ്പച്ചന്മാർക്കും വലിയ വിശ്വാസം വേണമെന്നാ വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നേ. പറഞ്ഞേ ഹല്ലേലൂയാ, എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. വലിയ വിശ്വാസമുള്ള ഒരമ്മ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നു. അപ്പോൾ അമ്മയുടെ പ്രാർത്ഥന കേട്ടിട്ട് ഈശോ പറയുവാണ്, സ്ത്രീയെ, നീ പൊക്കോ, നീ വീട്ടിൽ പോക്കോ, ഇത് മതി, നിന്റെ വിശ്വാസം വലുതാ. ഇനി അമ്മ പ്രാർത്ഥന കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ നടക്കുന്ന കാര്യം എന്നാന്നറിയോ? പോയപ്പോൾ കണ്ട മകളുടെ മുഖം അല്ല അമ്മ ഈശോയുടെ അടുത്ത് പ്രാർത്ഥന കഴിഞ്ഞ് തിരിച്ചു ചെല്ലുമ്പോൾ കാണുന്നത്. അവൾക്കൊരു കുഴപ്പവുമില്ലാതെ സുബോധത്തോടെ അഭിഷേകത്തോടെ വീട്ടിലിരിക്കുന്നത് ഈ അമ്മ കണ്ടു. ആരുടെ പ്രാർത്ഥന കൊണ്ടാ ഈ മകൾ രക്ഷപ്പെട്ടെ? ആരുടെ പ്രാർത്ഥന കൊണ്ടാ? ഒരമ്മയുടെ. ഇവിടെ ഇരിക്കുന്ന അമ്മമാര് പിശുക്ക് കാണിക്കരുത് പ്രാർത്ഥിക്കാൻ. കാരണം അമ്മമാരുടെ പ്രാർത്ഥന കൊണ്ട് ഒരുപാട് മക്കൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാം. ചിലപ്പോൾ നിങ്ങൾ പറയില്ലേ, ആ മക്കൾ രക്ഷപ്പെട്ടത് ആ അമ്മയുടെ പ്രാർത്ഥന കൊണ്ടാകട്ടോ പറയും. എത്രയോ പേര് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, ആ മക്കൾ രക്ഷപ്പെടുമെന്ന് ഞങ്ങൾ വിചാരിച്ചതല്ല, ആ മക്കൾ രക്ഷപ്പെട്ടത് അമ്മയുടെ പ്രാർത്ഥന കൊണ്ടാണെന്ന്. മെഡിക്കൽ കോളേജിൽ ഡോക്ടറായ മകൻ, ഇപ്പൊ ബാംഗ്ലൂരുള്ള മകൻ, അവിടെ ക്രൈസ്റ്റ് സ്കൂളിൽ സ്വന്തം മകനെ പഠിപ്പിക്കുന്ന മകൻ, മിടുമിടുക്കനായി ചെറുപ്പക്കാരൻ, അമ്മേനെ നാട്ടിൽ നിന്ന് കൊണ്ട് വീട്ടിൽ നിർത്തി. അമ്മ, ഈ മകൻ അമ്മയെക്കുറിച്ചൊരു ഡയലോഗ് അമ്മ കേൾക്കെ പറയുവാണ്, ഞാൻ ഡോക്ടറായത് എന്റെ അമ്മയുടെ പ്രാർത്ഥന കൊണ്ടാണ് അച്ചോന്ന്. മകൻ അമ്മ കേൾക്കെ ഇത് പറയുമ്പം അമ്മയുടെ മുഖം നല്ല സൂര്യൻ വെട്ടിത്തിളങ്ങുന്ന പോലെ തിളങ്ങുന്നതും ഞാൻ കണ്ടു. നോക്കിക്കേ, മകൻ പറയുന്നത് എപ്പോഴാ പറഞ്ഞത്? ചിലപ്പോഴുണ്ടല്ലോ മക്കൾ വരെ ചിലപ്പോൾ അമ്മയോട് പറയും, അമ്മയുടെ പ്രാർത്ഥന നിർത്തുവാണെങ്കിൽ വീട് രക്ഷപ്പെടുമെന്ന്. എന്നാലും നിങ്ങൾ നിർത്തിയേക്കരുത്. അത് അവരുടെ പക്വതക്കുറവുകൊണ്ടും പാകതക്കുറവുകൊണ്ടും പറയുന്നതാ. അമ്മയുടെ പ്രാർത്ഥനയ്ക്ക് മക്കളുടെ ജീവിതത്തെ രക്ഷിക്കാനുള്ള കഴിവുണ്ട്. അമ്മമാരുടെ പ്രാർത്ഥനയ്ക്ക് ഭയങ്കരമായ ശക്തിയും വിലയും ഉണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാ. ഇത് ആർക്കുള്ള ദൂതാന്നറിയോ? പ്രാർത്ഥനയുള്ള എല്ലാ അമ്മമാർക്കും ഉള്ള ദൂത. പ്രാർത്ഥിക്കുന്ന അമ്മമാര് നാടിന്റെ അനുഗ്രഹമാ. പ്രാർത്ഥിക്കുന്ന ഒരമ്മ. ഇനി ശ്രദ്ധിക്കണം, പ്രാർത്ഥനയുള്ള ഒരു അമ്മയുടെ പ്രത്യേകത. ഞാനൊരു ഉദാഹരണം പറയാം. എനിക്ക് പരിചയമുള്ള ഒരു അച്ഛൻ, ആ അച്ഛന്റെ കുടുംബം വലിയ സമ്പത്തുള്ള കുടുംബമാണ്. അപ്പോൾ ഈ അച്ഛന്റെ ഏറ്റവും വലിയ വിഷമം അച്ഛന്റെ ഒരു പെങ്ങളെ ഓർത്തിട്ടാണ്. കാരണം അച്ഛൻ വലിയ സാമ്പത്തികമുള്ള കുടുംബം, വലിയ വീട്, വലിയ കാറ്, വലിയ പേര് നിലയുള്ള അച്ഛൻ. പക്ഷെ അച്ഛന്റെ പെങ്ങളെ കല്യാണം കഴിച്ചിരിക്കുന്നത് മുക്കുടിയൻ, പ്രശ്നക്കാരൻ,
പോലീസ് കേസ് ഒക്കെ ഉള്ള ഒരാള്, 3 ആൺമക്കളും അവർക്ക്. ഈ മനുഷ്യൻ കുടിച്ച് സ്ഥലം വിറ്റു, വീട് വിറ്റു. ഇപ്പൊ താമസിക്കുന്നത് വെറും പാട്ട ഷീറ്റ് മറച്ച്, ഓല മറച്ച വീട്ടിനകത്താ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ സ്ത്രീയോട് അച്ഛന്റെ സഹോദരങ്ങൾ ചെന്നിട്ട് പറയുവാണ്, എടി നീ അവന്റെ കൂടെ ജീവിക്കണ്ട, അവൻ ഈ കുടിച്ചു നടക്കുന്നവനാ, നിന്നെ ചിലപ്പോ കൊല്ലും രാത്രിക്ക്. ഒന്നാമത് നിനക്ക് 3 ആൺപിള്ളേരാ, ഇവന്റെ കുടിയും വേഷം കെട്ട് 1. അതുകൊണ്ട് ആങ്ങളമാരും അയൽവാസികളും ഒരുപോലെ പറഞ്ഞു, നിങ്ങൾ ഇവിടുന്ന് ഇവനെ ഉപേക്ഷിച്ച് പോ, വല്ല വിവാഹമോചനം നേടിപ്പോ. ഇനി പോയില്ലെങ്കിൽ മോളെ, ഈ 3 മക്കളും ആൺപിള്ളേരാ, കുറച്ച് വലുതാകുമ്പം ഇയാളെ പിടിച്ച് കഴുത്തിരിച്ച് കൊന്നു കളയുമെന്ന് പറഞ്ഞു. ഇയാൾ ഈ വേഷം കെട്ടിക്കൊണ്ട് നടന്നാൽ വളർന്നു വരുന്നത് ഉള്ളിൽ വിഷമം തട്ടി വിടുന്ന ആൺപിള്ളേരാ, അയാളുടെ കാല് വലിച്ചു കീറുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ അമ്മ പറഞ്ഞു, ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന്. ഇത് കേട്ടവർ ചിരിച്ചുകൊണ്ട് പോയി. നാട്ടുകാർ വിധി എഴുതി, അപ്പനേക്കാൾ വലിയ കുടിയന്മാരാകും ഈ മക്കളെന്ന്, അപ്പനേക്കാൾ വലിയ കുടിയന്മാരാകും ഈ മക്കളെന്ന്. അന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് കേട്ടോ ഇത്, വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ അവരുടെ വീട് ഇപ്പോൾ ഉള്ള സ്ഥലത്തൊരു തോട്, ആ തോടിന്റെ അടുത്ത് ഒരു വീട് പോലത്തെ ഒരു സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ തേങ്ങാപ്പരയുടെ അത്രയും പോലും ഇല്ല. ഒരു മെഡലിന്റെ 2 സൈഡും മെടഞ്ഞ വീട്, ഓല മറച്ച വീട്. ഇനി ടോയ്ലറ്റ് സൗകര്യമുള്ളത് ഓല കൊണ്ട് മറച്ച് ഓല മുകളിലിട്ടത്. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ ഈ കുടുംബം മുന്നോട്ട് നീങ്ങിയത് ആടിനെയും പശുവിനെയും വളർത്തി അതിന്റെ പാലുകൊണ്ട്. അപ്പോൾ ആരും വീട്ടിൽ വരില്ല. അപ്പൊ പൈസയുള്ള വലിയ വീട്, അന്നത്തെ കാലത്ത് വീടുണ്ടായിരുന്ന കുടുംബക്കാർ പറയും, അവരുടെ മക്കളോട് പറയും, ആന്റിയുടെ വീട്ടിൽ പോ മക്കളെ, ആന്റിയുടെ വീട്ടിൽ പോ മക്കളെ എന്ന് പറയുമ്പം ഈ പണമുള്ള നല്ല വീട്ടിൽ വളർന്ന മക്കള് സ്വന്തക്കാര് പറയും, മമ്മി ഞങ്ങളൊന്നും പോവുകയല്ല അങ്ങോട്ട്. ആ വീട്ടിൽ ചെന്നാലേ അവിടെ മീനിന്റെ ഉളുമ്പ് മണമാ, പശുവിന്റെ ചാണകത്തിന്റെ മണമാ, അവിടുന്ന് ഒരു വെള്ളം പോലും കുടിക്കാൻ പറ്റില്ല, ആ പാത്രം ഇങ്ങനെയാ, കസേര ഇങ്ങനെയാ, അവിടെ ചീഞ്ഞു കിടക്കുന്നു, അതിലെ ചാണകം എല്ലാം പറഞ്ഞു വീട്ടിലാരും പോവില്ല. ഇനി കല്യാണം വിളിക്കാൻ വന്നാലുവേ മുറ്റത്ത് നിന്ന് വിളിച്ചിട്ട് വേഗം പോകും, വിളിക്കാൻ വേണ്ടി ഒരു വിളിക്കും. അപ്പോൾ ഈ മനുഷ്യൻ കള്ളു കുടിച്ച് പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഈ മക്കളെ ഈ അമ്മ ചേർത്ത് പിടിച്ച് ഈ ഓല മറച്ച ടോയ്ലറ്റിനകത്ത് പോയിരിക്കും, ഈ മനുഷ്യൻ കാണാതിരിക്കാൻ. പാതിരാത്രി വരെ ഇയാൾ ഒന്നുറങ്ങി പൂസിന്റെ കെട്ടുവിടുന്നത് വരെ ഇതിനകത്തിരിക്കും. അപ്പോൾ ഈ മക്കൾ ഈ ടോയ്ലറ്റിൽ നിന്ന് ചിലർ ഉറങ്ങും, ചിലർ തൂങ്ങും ഒക്കെ ചെയ്യുമ്പോൾ ഈ അമ്മ ടോയ്ലറ്റിൽ നിന്ന്, കക്കൂസിൽ നിന്ന് കൈ വിരിച്ചു പിടിച്ച് 3 മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. എന്തെന്നറിയാമോ? എൻ്റെ ഈ 3 മക്കളെയും കള്ളുകൂടിയനാക്കരുത്. പ്രാർത്ഥിച്ചതിന് ശേഷം ഈ 3 മക്കളും എല്ലാവരും പറഞ്ഞു, കുടിയനാകും, നഷ്ടപ്പെട്ടു പോകും, നീ അവനെ ഉപേക്ഷിച്ച് ബന്ധം വേർപിരിയെന്ന് പറഞ്ഞതാ. ഇന്ന് ഒരു മകൻ ഡോക്ടറാണ്, ഒരു മകൻ സ്വിറ്റ്സർലൻഡിലാണ്. എൻ്റെ ആരും അല്ലേലും എനിക്ക് വിഷമം വരുന്നൊരു കാര്യമായത്, എൻ്റെ ആരും അല്ല. പക്ഷെ ഇന്ന് ഈ അച്ഛൻ പറയുവാണ്, എൻ്റെ പെങ്ങടെ പ്രാർത്ഥന കൊണ്ട് മക്കള് 3 മിടുക്കരായി എന്ന്. മാത്രമല്ല, ഇവര് കല്യാണം കഴിച്ചുപാടെ അമ്മേനെ എഴുതി ഓടിക്കുന്ന മക്കളും ആയില്ല. പ്രാർത്ഥിക്കുന്ന ഈ അമ്മേനെ ഈ മക്കൾ ഉപേക്ഷിച്ചിട്ടില്ല. ഇന്നും ഇഷ്ടം പോലെ ഇങ്ങോട്ട് വരുന്നേ. ഇന്ന് ഈ അമ്മയുടെ കഴുത്തിൽ കിടക്കുന്നത് നമ്മുടെ വിരലിനോളം വലിപ്പമുള്ള മാല, ധരിക്കുന്നത് വിലയുള്ള സാരി മക്കളുടെ നിർബന്ധമാണ്. എന്തുകൊണ്ട്? ഈ അമ്മ പറയുന്നു, എൻ്റെ മക്കൾ രക്ഷപ്പെട്ടത് ഇന്ന് താമസിക്കുന്ന സ്ഥലത്ത് ഒരു വലിയ വീട് പണിതപ്പം ആളുകൾക്കൊക്കെ ഭയങ്കര അത്ഭുതമായി, എങ്ങനെയാണ് ഇത്രയും വലിയ വീട് പണിതതെന്ന്. അപ്പോൾ ഈ അമ്മ പറയുന്ന വാക്കാണ്, അതായത് ആരും കയറി വരാത്ത ഈ വീട്ടിൽ ടോയ്ലറ്റിൽ നിന്ന് വരെ പ്രാർത്ഥിച്ച് ഈ അമ്മ പറയുവാണ്, എൻ്റെ മക്കൾ 3 രക്ഷപ്പെടാനുള്ള കാരണം എൻ്റെ പ്രാർത്ഥന കൊണ്ടാണ്. ഈ 3 മക്കളും പറയും, അമ്മയെന്ന് പറഞ്ഞാൽ ജീവനാണ്, അമ്മയെന്ന് പറയും കുടുംബം രക്ഷപ്പെടാൻ. ഇന്നൊരു കല്യാണം വന്നാലും ആഘോഷം വന്നാലും ആദ്യം വിളിക്കാൻ വരുന്നത് ഇവരുടെ വീട്ടിലാണ്. ഇവരുടെ കുടുംബത്തിൽ ആരും ഡോക്ടർമാരായിട്ട് പോലും ഇല്ല. വലിയ കേമന്മാരാണേലും ഈ മക്കളുടെ അത്ര എത്തിയിട്ടില്ലാത്തതുകൊണ്ട് കുടുംബക്കാർ ചോദിക്കും, എടി നിന്റെ കൊച്ചിനെ എങ്ങനെയാടി ഡോക്ടറായത്, എങ്ങനെയാടി ആ ദേശത്തെത്തിയത്, ഞങ്ങളുടെ കൊച്ചിനെ കൂടെ ഒന്ന് കൊണ്ടുപോകാവോ? എന്തുകൊണ്ടാ? മിടുക്ക് കൊണ്ടല്ല, അമ്മയുടെ പ്രാർത്ഥന. പ്രാർത്ഥിക്കുന്ന അമ്മമാർക്ക് പോലും അറിയില്ല ഈ പ്രാർത്ഥനയുടെ വില എന്നാന്ന്. ശരിക്കും അമ്മമാര് പ്രാർത്ഥന എന്താണെന്ന് അറിഞ്ഞാൽ, ഇപ്പോൾ റീചാർജ് ചെയ്യാൻ 399 രൂപ 400 രൂപ വേണം നെറ്റ് അടക്കം. അത് വേണ്ട, 50 രൂപ ചെയ്താൽ മതി. നമ്മുടെ ഫോൺ വിളിയൊക്കെ നേരെ ഡബിളായിട്ട് കുറയും. ഒരാൾ പറഞ്ഞത് ഇങ്ങനെയാ, ശരിക്കും പ്രാർത്ഥനയുടെ വില അറിഞ്ഞ പിന്നെ TV-യുടെ മുമ്പിൽ ഇരിക്കുന്ന സമയവും കുറഞ്ഞു, ഫോൺ ഉപയോഗിക്കുന്നതിന്റെ അളവും ഒക്കെ കുറഞ്ഞു എന്ന്. പ്രിയപ്പെട്ടവർ ശ്രദ്ധിച്ച്,
നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥനയ്ക്ക് വലിയ വിലയുണ്ട്, ശക്തിയുണ്ട്, അഭിഷേകമുണ്ട്, നമ്മൾ വിചാരിക്കുന്നേക്കാൾ കൂടുതൽ. കരങ്ങൾ ഉയർത്തി എന്ന് പറയാമോ? ഹല്ലേലൂയാ. ഉറക്കെ എന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങൾ ഓർത്ത്, ഈ ബൈബിളിൽ കാണുന്ന ഈ അമ്മ പ്രാർത്ഥിച്ചില്ലായിരുന്നെങ്കിലോ? ഈ അമ്മ ചിന്തിക്കുക, വരുന്നത് വരട്ടെ, പിന്നെ അവൾക്ക് വേണമെങ്കിൽ നന്നാകട്ടെ, എനിക്ക് ഇത്രയൊക്കെ പറ്റുള്ളൂ, ഞാൻ മനസ്സും അടുത്തു എന്ന് ചിന്തിച്ചായിരുന്നെങ്കിൽ ഈ മകൾ രക്ഷപ്പെടില്ലായിരുന്നു, ദൈവത്തെ അറിയില്ലായിരുന്നു. അമ്മമാരുടെ പ്രാർത്ഥന കൊണ്ട് വേണം. മക്കൾ എത്ര ഉഴപ്പനാണേലും എത്ര വഴിതെറ്റി പോയി എന്ന് നിങ്ങൾക്ക് തോന്നിയാലും നിങ്ങളുടെ പ്രാർത്ഥനയാ അവരുടെ ജീവിതത്തെ തിരിച്ചു കൊണ്ടുവരുവാനുള്ള അഭിഷേകം. പറഞ്ഞേ ഹല്ലേലൂയാ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. ഇനി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു അപ്പനുണ്ട് ബൈബിളിൽ. അത് അബ്രാഹത്തെ കുറിച്ച്. ഒരപ്പനെ കുറിച്ച് ബൈബിൾ ഇന്ന് വായിച്ചപ്പോൾ പിടികിട്ടിയതാ കേട്ടോ. ഇന്ന് വായിച്ച്, ഇന്ന് ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് ശേഷം എനിക്ക് നാളെ ഒരു ശുശ്രൂഷയുണ്ട്. അപ്പോൾ എനിക്ക് വായിച്ച് ദൈവം എന്ത് പറയണം എന്ന് ആഗ്രഹിച്ച് കുറച്ച് സമയം ഫ്രീ ആയിട്ട് അവിടെ വാതിൽ ലോക്ക് ചെയ്തിട്ട് ബൈബിൾ വായിച്ചപ്പോൾ കിട്ടിയത് ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ ഒരു അപ്പന്റെ പേര് അബ്രഹാം. അപ്പന്റെ പേര് അബ്രാഹാം എന്നാണ്. ഈ അബ്രാഹത്തിന്റെ അപ്പന്റെ പ്രത്യേകത നോക്കണം. അബ്രാഹത്തിന് ഒരു പരീക്ഷണം ഉണ്ടായി. വർഷങ്ങളായിട്ട് മക്കളില്ലാതിരുന്ന അബ്രാഹത്തിന് മകനുണ്ടായപ്പം ഒരു പരീക്ഷണം കൊടുക്കുക ദൈവം. എന്ത് പരീക്ഷണം? അവനെ ബലിയർപ്പിക്കണമെന്ന്. 22-ാം അധ്യായത്തിൽ അപ്പന്റെ മുഖം എങ്ങനെയാ ഇരിക്കുന്നതെന്ന് എഴുതിയിട്ടുണ്ട്. ഭയങ്കര പരീക്ഷണം വന്നപ്പം മകൻ അപ്പനോട് ചോദിക്കുന്നില്ല, എന്താ അപ്പ കരയുന്നത്, എന്താ മുഖം വാടിയിരിക്കുന്നത്, എന്താ ഒരു മൂടവിട്ട്, ഇതൊന്നും ചോദിച്ചില്ല. മകൻ അപ്പനോട് ചോദിക്കുകയാണ്, ബലിയർപ്പിക്കാനുള്ള വിറകും തീയും കത്തിയുമുണ്ട്, ബലിമൃഗം എവിടെ? അപ്പം ബലിയർപ്പണത്തിന്, ആരാധനയ്ക്ക് എന്തൊക്കെ വേണമെന്ന് ആർക്ക് വരെ അറിയായിരുന്നു? അബ്രാഹത്തിന്റെ മകൻ മകൻ അപ്പനോട് ചോദിക്കുക, ദേ കത്തിയുണ്ട്, വിറകുമുണ്ട്, തീയുമുണ്ട്. അപ്പനോട് ചോദിക്കുക ബലിമൃഗം എവിടെയെന്ന്. അപ്പോൾ അപ്പനെ പോലെ അറിയായിരുന്നു ആർക്കും ദൈവത്തെ ആരാധിക്കാൻ എന്തൊക്കെ വേണമെന്ന് ആർക്കറിയായിരുന്നു? ഒരു നല്ല അപ്പം പരിചയപ്പെടുത്തി കൊടുത്തിയായിരുന്നു. മകൻ അറിയാം. അല്ലെങ്കിൽ ചോദിക്കുവോ, എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയാ പോരെന്നല്ലേ അതാ ചോദിക്കുവോ? മകൻ ചോദിക്കുവോ ബലിമൃഗം എവിടെ? നമ്മുടെ മക്കൾക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ അറിയാമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ശരിക്കും കുരിശു വരയ്ക്കാൻ പോലും അറിയാത്ത മക്കളുണ്ട്, പ്രാർത്ഥിക്കാൻ പോലും അറിയാത്തവരുണ്ട്. കാര്യം എടുക്കന്മാരൊക്കെയാണ്, പക്ഷെ പ്രാർത്ഥിക്കാൻ അറിയില്ലാത്തവരുണ്ട്. അബ്രാഹത്തിന്റെ മകൻ അപ്പനോട് ചോദിച്ചു ബലിമൃഗം എവിടെ? കൊച്ചിന് വരെ അറിയാം എങ്ങനെയാ ബലി അർപ്പിക്കേണ്ടതെന്ന്. പറഞ്ഞേ ഹല്ലേലൂയാ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഉറപ്പ് വരുത്തണം, എൻ്റെ കൊച്ചിന് നന്നായിട്ട് ദൈവവചനം അറിയാം, പ്രാർത്ഥിക്കാൻ അറിയാം, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ അറിയാം, ദൈവത്തെ സ്തുതിക്കാൻ അറിയണം. ഇത് മാത്രം അറിയത്തില്ലാത്ത എൻ്റെ കുഴപ്പം കുറേയുണ്ട്. ലോകത്തിലുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും അറിയാം, ഈ ഒരൊറ്റ കാര്യം മാത്രം അറിയില്ല. നമ്മൾ ഏത് കാര്യവും ലോകത്തിൽ അറിയണ്ടാത്തത് മുഴുവൻ കാണാപ്പാടം അറിയാം, അറിയേണ്ടത് അതിൻ്റെ വാലറ്റം പോലും അറിയാനും പാടില്ല. അതാ ഏറ്റവും വലിയ പ്രശ്നം. ഈ ഒരു അപ്പനെ കുറിച്ച് ചേർത്ത് വെച്ച് ബൈബിളിൽ മറ്റൊരു അപ്പച്ചനെ കുറിച്ച് പറയുവാണ്. അതും വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ 17-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ ഒന്ന് ശ്രദ്ധിച്ച്. നേരത്തെ കണ്ടത് ഒരമ്മയാണെങ്കിൽ ഇവിടെ ഒരപ്പൻ. ഈ അപ്പന് പ്രത്യേകതയുള്ള നല്ല ഒരു അപ്പച്ചനാണ്. 17-ാം അധ്യായത്തിൽ 14-ാമത്തെ കാണുന്ന അപ്പൻ ആരാന്നറിയോ? മകൻ അപസ്മാര രോഗം, സാധാരണ അപസ്മാര രോഗമല്ല. ഈ കൊച്ചിന് അപസ്മാര രോഗം വന്നാൽ തീക്കാത്തും വെള്ളത്തിനകത്തും പോയി ചാടും. ഭയങ്കര കെയറിങ്ങാ കൊടുക്കുന്നത്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ആള് മരിച്ചു പോകും. അതുകൊണ്ട് ഈ അപ്പൻ ഭയങ്കര ശ്രദ്ധ കൊടുത്ത് ഇങ്ങനെ വളർത്തി. ഒരു ദിവസം ഈ മകനെ കൂട്ടിക്കൊണ്ട് ഈ അപ്പൻ ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. ടേണിംഗ് പോയിന്റ് ആണ്. അപ്പൻ ആരെ എവിടെ കൊണ്ടുവന്നു? അപ്പൻ കുറവുള്ള ഒരു മകനെ ഈശോയുടെ അടുത്ത് കൊണ്ടുവന്നു. എല്ലാ അപ്പച്ചന്മാരും ചെയ്യേണ്ട ഒരു മാതൃക എഴുതിയിരിക്കുന്നത്. അപ്പന്മാര് പല കുടുംബത്തിലും പ്രാർത്ഥന കുറവുള്ളവരാ എന്ന് വിചാരിച്ച് 24 മണിക്കൂറും പ്രാർത്ഥിക്കണമെന്നല്ല ഞാൻ പറയുന്നതും. പക്ഷേ ഒരപ്പൻ വേണം മക്കളെ ദൈവത്തിന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നവർ. അല്ലാതെ പറയരുത്, നീ പൊക്കോ, ഞാൻ ഇന്ന് വരുന്നില്ല, നിങ്ങൾ പൊക്കോണം, എന്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. അങ്ങനെയല്ല. ഇവിടെ അപ്പൻ നീ പോയിട്ട് വാടാ, ഈശോ ഉണ്ടെന്നല്ല പറഞ്ഞത്. അപ്പൻ ഈ മകനെ കൂടെ കൂട്ടി ഈശോയുടെ അടുത്ത് കൊണ്ടുവന്നു. വചനത്തിൽ എഴുതിയിരിക്കുന്ന സമയക്കുറവില്ല, വായിക്കുകയാണ്. ശിഷ്യന്മാരുടെ അടുത്ത് കൊണ്ടുചെന്ന് അവർ പ്രാർത്ഥിച്ചു നോക്കി, പക്ഷെ പോയില്ല, അസുഖം മാറിയില്ലാത്തോണ്ട് ഈ അപ്പൻ മകനെ കൂട്ടിക്കൊണ്ട് ഈശോയുടെ അടുത്ത് വരികയാണ്. എന്നിട്ട് പറഞ്ഞ വാക്കിങ്ങനെയാണ്, അവനെ കൊണ്ടുവന്നു, കഴിഞ്ഞില്ല. 18-ാമത്തെ വാക്യം, യേശു അവനെ ശാസിച്ചു,
പിശാച് അവനെ വിട്ടുപോയി, തൽക്ഷണം ബാലൻ സുഖം പ്രാപിച്ചു. ഇത്രയും വാക്കാണ് 18-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. ആരിലൂടെ? ഈ അപ്പൻ ഈ മകനെ കൊണ്ടുവന്നില്ലായിരുന്നെങ്കിലോ ഈശോയുടെ അടുത്ത് സൗഖ്യം കിട്ടാതെ പോയി തകർന്ന് നഷ്ടപ്പെട്ടു പോയേനെ. ശ്രദ്ധിച്ചേ, അപ്പന്മാര് വേണം മക്കളെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരാൻ. ഇങ്ങനെ കൊണ്ടുവരാത്ത ഒരപ്പന്റെ ദുഃഖം ഞാൻ പറയാം.